നമസ്കാരം. ആണവായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച പാകിസ്ഥാന്റെ കിരാന കുന്നുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ മിസൈലുകൾ ആഴത്തിൽ സ്ഫോടനമുണ്ടാക്കിയെന്ന ചില സൂചനകൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇന്ത്യൻ വ്യോമസേന ഇത് സംബന്ധിച്ച വീഡിയോയിലൂടെ ചില നിർണായക സൂചനകൾ ലോകത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് വ്യോമസേന ഇന്നലെ എക്സിൽ പങ്കുവച്ചത്. പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ അത്യന്തം രഹസ്യമായ ആണവായുധ സംഭരണശാല സ്ഥിതി ചെയ്യുന്ന കിരാന ഹിൽസിലും ഭാരതം പ്രഹരമേൽപ്പിച്ചോ എന്ന ചർച്ചകൾ ആഗോളതലത്തിൽ വീണ്ടും സജീവമായി. ഈ വീഡിയോയിൽ നൂർഖാൻ എയർബേസിനടുത്ത് ബ്രഹ്മോസ് മിസൈൽ പതിച്ചുണ്ടായ ഗർത്തം വരെ കാണിക്കുന്നുണ്ട്. നൂർഖാൻ ബേസിലാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ മേൽനോട്ടം നടത്തുന്ന സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. സഗോദയിലെ മുഷഫ് വ്യോമ ബേസിലും ഇന്ത്യയുടെ മിസൈൽ ആക്രമണം നടന്നിരുന്നു. കിരാന കുന്നുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ആണവായുധങ്ങളുമായി അടുത്ത സ്ഥലമാണിത്. ഈ ആക്രമണത്തിൽ കിരാന കുന്നുകളിൽ നിന്ന് ആണവ വികീകരണം ഉണ്ടായി എന്നും റിപ്പോർട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂർ ഫോർമേഷൻ നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത എല്ലാ വിമാനങ്ങളും ചേർന്നായിരുന്നു ഈ പ്രത്യേക പറക്കൽ നടന്നത്. ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയിലാണ് ഇന്ത്യൻ വ്യോമസേന കിരാന കുന്നുകളിലും നൂർഖാൻ എയർബേസിലും ആക്രമണം നടത്തിയ കാര്യം സൂചിപ്പിക്കുന്നത്. സുഖോയ്, റഫാൽ, ജാഗ്വാർ, തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാനിലെ സഹോദരിക്കടുത്തുള്ള കിരാന ഹിൽസ് ആക്രമിച്ചത്. കിരാന ഹിൽസിനും അതോടൊപ്പം അതിനടുത്തുള്ള നൂർഖാൻ വ്യോമ ബേസും ഇന്ത്യൻ സേന ആക്രമിച്ചിരുന്നു. പക്ഷേ കിരാന ഹിൽസ് ഇന്ത്യ ആക്രമിച്ച കാര്യം അന്ന് ഇന്ത്യ നിഷേധിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാടുകളിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വ്യോമ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി ചില പത്രപ്രവർത്തകർക്ക് കിരാന ഹിൽസ് ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒരു പുഞ്ചിരിയോടുകൂടിയായിരുന്നു. കിരാന ഹിൽസിൽ ചില ആണവ ഇൻസ്റ്റാളേഷനുകൾ ഉണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി എന്നാണ് ഭാരതി പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കിരാന ഹിൽസിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതായിരുന്നു ഇന്ത്യൻ വ്യോമ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതിയുടെ അന്നത്തെ പ്രതികരണം. പക്ഷേ റിപ്പബ്ലിക് ദിനത്തിൽ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഒരു വീഡിയോയിലൂടെ നൽകുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേന. ലാഹോറിൽ നിന്നും 187 കിലോമീറ്റർ മാത്രം അകലെയാണ് കിരാന ഹിൽസ്. ഈ കുന്നിലാണ് പാകിസ്ഥാൻ അവരുടെ ആണവായുധം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തോടെയാണ് പാകിസ്ഥാന് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയത്. ഇന്ത്യൻ വ്യോമസേന എക്സിൽ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കുവച്ച വീഡിയോയിൽ നൂർ ബേസിൽ ബ്രഹ്മോസ് മിസൈൽ പതിച്ച് സൃഷ്ടിക്കപ്പെട്ട കുറ്റൻ ഗർദവും കാണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അമേരിക്കയുടെ കോൺസ്റ്റന്റ് ഫിനക്സ് എന്ന WC-135R സ്നൈഫർ വിമാനം അവിടേക്ക് പറന്നു ചെന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ആണവ സ്ഫോടനത്തെ തുടർന്ന് ആണവ വികീകരണം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അത് അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ അത് മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവ് സ്നിഫർ വിമാനത്തിന് ഉണ്ട് എന്നതാണ് പ്രത്യേകത. ഈ അമേരിക്കൻ വിമാനമാണ് കിരാന കുന്നുകളിൽ ആണവ ബേസ് ആക്രമിക്കപ്പെട്ടുവെന്ന കാര്യം മണത്തറിഞ്ഞത് എന്ന വാർത്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്നിഫർ വിമാനം അവിടെ പറന്നെത്തിയത്. ഇതിന് പിന്നാലെ ബൊറോൺ എന്ന മൂലകം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഈജിപ്തിലെ ഒരു മണ്ണുമായി ഒരു വിമാനം കിരാന കുന്നിലേക്ക് പറന്നെത്തിയതായി വാർത്തയുണ്ടായിരുന്നു. ആണവ അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരു സവിശേഷമായ കഴിവ് ഈജിപ്തിലെ മണ്ണിന് ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ നിരീക്ഷകർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങൾക്ക് കേടുപറ്റിയെന്ന നിഗമനത്തിൽ എത്തിയത്. കിരാന കുന്നുകൾ ബ്രഹ്മോസ് മിസൈൽ പതിച്ച് ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന ഒരു വീഡിയോയിലൂടെ സൂചന നൽകിയിരിക്കുകയാണ്. അതായത് ഇന്ത്യ കിരാന ഹിൽസ് അടിച്ചു തകർത്തു എന്ന് വേണം കരുതാൻ.